നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പ്ലം കേക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കേക്കിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ സാധാരണ റമ്മിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. നമ്മളിവിടെ റമ്മിലല്ല സോക്ക് ചെയ്യുന്നത്. ഇതുപോലെ ജ്യൂസ് മുന്തിരി എടുത്തിട്ട് അത് നല്ല രീതിയിൽ മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ അടിച്ച് ജ്യൂസാക്കി എടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ ജ്യൂസ് മുന്തിരി വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്തു. ഇനി ഈ ജ്യൂസ് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പൊ ഫ്രൂട്ട്സ് എത്ര മാത്രം ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ജ്യൂസിന്റെ അളവ് കൂട്ടണം. ഇതിപ്പോ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ജ്യൂസ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ ജ്യൂസിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളക്കട്ടെ. നമ്മുടെ ഈ ജ്യൂസ് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കുകയാണ്. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലിട്ട് വെക്കാം. എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം കേട്ടോ. ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം. കാഷ്യൂനട്ട് മാത്രം ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഈത്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി, ഇത് ഓറഞ്ചിന്റെ തൊലിയാണ്. ഇതിവിടെ വിളയിച്ചെടുത്തതാണ്. ഓറഞ്ചിന്റെ തൊലി, ചെറി, അത്തിപ്പഴം എല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടുന്നത്. എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ദിവസം ഇരുന്നാൽ മതി. നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഈ ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. സാധാരണ റമ്മിലൊക്കെ വെച്ചിട്ട് 1 മാസത്തോളമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാത്തവർക്കും കേക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പൊ ഈ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ഇതാ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മളിത് ഒഴിച്ചു വയ്ക്കുകയാണ്. ഇതിന്ന് സോക്കാവട്ടെ. നമുക്ക് ഇതെടുത്ത് നാളെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് നമുക്കിതിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എക്സസ് ആയിട്ടുള്ള ജ്യൂസൊക്കെ ഇതിലേക്ക് ചാടിയിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് ആവശ്യമാണ്. ഇത് കോൺഫ്ലോർ ആണ്. ഇതിന് 1 സ്പൂൺ ഇതുപോലെ നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. നമ്മൾ കോൺഫ്ലോറും ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അരിച്ചെടുത്ത ജ്യൂസ് ഇതുപോലെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ്. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് കാരമലൈസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒന്ന് അലിന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ ഒഴിച്ചെന്നേ ഉള്ളൂ. പഞ്ചസാരയെല്ലാം ഉരുകി പതുക്കെ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങി. ഇത് നല്ല രീതിയിലൊന്ന് കളർ ചേഞ്ച് ചെയ്തോട്ടെ. തീ ഒരു മീഡിയത്തിലിട്ടാൽ മതി. ഒരുപാടങ്ങ് കറുത്തിട്ട് നമുക്ക് കയ്പ്പ് രസം വരുന്നവരെ ആകരുത്. എന്നാൽ കളറൊന്ന് ചേഞ്ച് ആവുകയും വേണം. ഇതാണ് നമുക്ക് പ്ലം കേക്കിന് കളറ് തരുന്നത്. നമ്മൾ കളറ് പ്രത്യേകിച്ച് ഒഴിക്കുന്നില്ല. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ അവര് കറുപ്പ് കളറ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചിട്ടിട്ട്
ഇതൊന്ന് തിളച്ചോട്ടെ, നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദയിലെ ആട്ടാപ്പൊടിയാണ്. നിങ്ങൾ ഏത് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ പൊടി എടുത്താൽ മതി. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഏത് ഗോതമ്പ് പൊടിയാണോ അതെടുത്താൽ മതി. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇടാം. ഈ ഗോതമ്പ് പൊടിയിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ ഗോതമ്പ് പൊടി മാറ്റുകയാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ ഇത് കോൺഫ്ലോറിന്റെ പൊടിയാണ്. 2 സ്പൂൺ ഗോതമ്പ് പൊടി മാറ്റിയ സ്ഥാനത്തേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണിത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ അരിച്ചു. അതിനുശേഷം വിസ്ക് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ വീണ്ടും നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര എടുക്കുകയാണ്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/3 കപ്പ് പഞ്ചസാരയാണിത്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ചുക്കാണിത്. അതുപോലെ തന്നെ ഇത് ജാതിക്കയുടെ കുരുവാണ്, അതൊരു ചെറിയൊരു കഷ്ണം. അതുപോലെ തന്നെ പട്ട, അതിന്റെ ഒരു ചെറിയ പീസ്. പിന്നെ 2 ഗ്രാമ്പു, പിന്നെ 1 ഏലക്ക, അതിന്റെ തോട് കളഞ്ഞിട്ട് അതിന്റെ അരി മാത്രമായിട്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഒരു 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇടാം. ഇത് 100 ഗ്രാമിന്റെ പാക്കറ്റാണ്. അപ്പൊ ഇതിന്റെ പകുതി നമുക്കിടാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോ എടുത്തു വെച്ചിട്ട് കുറെ നേരമായി, റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും ബട്ടറും കൂടെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം. പഞ്ചസാരയും ബട്ടറും നല്ല രീതിയിൽ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മുട്ട ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം പ്ലമ്മിന്റെ എസൻസ് ആക്കുക. ഇതിങ്ങനെ ലൂസായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. പ്ലം എസൻസ് എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഈ പ്ലം എസൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിന്റെയും പൈനാപ്പിളിന്റെയും വാനിലയുടെ എസൻസ് എല്ലാം കൂടി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പ്ലം എസൻസ് ചില ബേക്കറികളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ കിട്ടും. ഇതിങ്ങനെ അവിടെ വലിയ പാക്കറ്റായിട്ട് വന്നിട്ട് അവരിങ്ങനെ ചെറിയ കുപ്പികളിലാക്കി സെയിൽ ചെയ്തു എനിക്ക് കിട്ടിയതാണ്. ഇനി ഇതിലേക്ക് ഇത് തേനാണ്. 1 ടീസ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. ഈ തേനൊക്കെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ ആ മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അത് ഏത് കേക്കിനാണേലും 1 ടീസ്പൂൺ തേനുകൂടെ ചേർത്തിട്ട് മുട്ട ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ ആ ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കും. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം.
മുട്ട നല്ല രീതിയിൽ ബീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത ഗ്രേപ്പ് ജ്യൂസിന്റെ ബാലൻസ് ആണ്. അതിലേക്ക് 1 സ്പൂൺ മിക്സഡ് ജാം ഇടാം, അല്ലെങ്കിൽ ചെറുപഴത്തിന്റെ ജാം ഇടാം. ഇത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തതാണ്, അതും ഇതിലേക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിടുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഇത് ലെമൺ ജ്യൂസ് ആണ്, അതൊഴിക്കുക. ഇത് ചോക്ലേറ്റിന്റെ മിക്സ് ആണ്, അതൊരു 4 ഡ്രോപ്പ് ഒഴിച്ചു. നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അതും ഒഴിച്ചിട്ട് അധികം ബീറ്റ് ചെയ്യണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികള് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. പൊടി നമ്മളിട്ട് മിക്സ് ആക്കി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ്, ഒരല്പം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ 1 കപ്പ് പൊടിയാണ് എടുക്കണമെങ്കിൽ 1.25 കപ്പ് ഫ്രൂട്ട്സ് ഇടാം. നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. പ്രീ ഹീറ്റ് ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൺവെൻഷൻ മോഡിലിട്ട് 10-15 മിനിറ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഓവൻ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് നട്ട്സ് ഒക്കെ അലങ്കരിക്കാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓവനിലേക്ക് വെക്കാം. തട്ടിട്ടിട്ടുണ്ട്. ആ തട്ടിന്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെക്കാം. അതിനുശേഷം കൺവെൻഷൻ എടുത്തിട്ട് 160 എടുക്കുകയാണ്. 160 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കേക്ക് നമുക്ക് എടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയായിരുന്നു. അന്നേരം ആയില്ല. വീണ്ടും ഞാനൊരു 5 മിനിറ്റും കൂടെ കൊടുത്തിരുന്നു. ഇപ്പൊ ദാ കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പ്ലം കേക്ക് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.